പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഹലോ, കാരണം എന്താ പറയാ, ഈ ബിസിനസ്സിൽ ഞാൻ കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പല മേഖലയിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ച മേഖലകളിലെല്ലാം പരാജയപ്പെടുകയും ചെയ്ത് എന്റെ കാരണം കൊണ്ടും എന്റേതല്ലാത്ത കാരണം കൊണ്ടും ഞാൻ ചെയ്ത മേഖലകളിലെല്ലാം പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. ഒരു കാലത്ത് ഞാൻ പറയാറുണ്ട്, എൻ്റെ നിത്യച്ചിലവുകൾക്ക് പോലും ഞാൻ ബുദ്ധിമുട്ടിയ അവസരങ്ങളുണ്ട്. നാടുകളുടെ കടവും കടബാധ്യതയും ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും അടക്കം ബാങ്കുകാർ ജപ്തി ചെയ്ത് അറ്റാച്ച് ചെയ്ത സമയത്ത് വയസ്സായ അച്ഛനെയും അമ്മയും ഭാര്യയും രണ്ട് മക്കളെയും പിടിച്ച് വഴിയിലേക്ക് ഇറങ്ങണോ ആത്മഹത്യ ചെയ്യണോ എന്ന് പോലും അറിയാതെ നിന്ന സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം പോലെ കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു MLA. ആദ്യം ഞാൻ ബിസിനസ്സിൽ വന്നത് കോടീശ്വരനാവാനല്ല, നിലവിൽ കിട്ടുന്ന വരുമാനത്തിന് കൂടെ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കിട്ടിയാൽ എന്റെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ ബിസിനസ് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ ബിസിനസ് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരധിക വരുമാനം മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും കടങ്ങളും എല്ലാം തീർക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അവിടെ നിന്ന് പിന്നെ ഞാൻ അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തീർന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ബിസിനസ് കടങ്ങൾ വീട്ടാനും പ്രശ്നം തീർക്കാനും ഉള്ളതല്ല, എന്ത് സ്വപ്നം കണ്ടാലും നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായി. പിന്നീട് വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, ഞാൻ എന്താ പറയാ, നമ്മളൊരു ചില സമയത്ത് ഒരു മാനസികാവസ്ഥയുണ്ട് ഇല്ലേ, അതായത് ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ പലർക്കും അറിയാം, വീട്ടിലിരുന്ന് ചില പാത്രം എടുത്ത് വിട്ട് മൈലേജ് കൊടുക്കേണ്ട ഗതികേടിന്റെ അവസ്ഥയിലാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പണയം വെക്കാൻ പോലും 1 ഗ്രാം സ്വർണം എന്റെ വീട്ടിൽ അവശേഷിച്ചിരുന്നില്ല. അതേ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ മകളുടെ വിവാഹം നടത്തിയത് കിലോ കണക്കിന് ഗോൾഡ് കൊടുത്തിട്ടാണ്. 17ാമത്തെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഞാൻ അതേ മകളുടെ 22ാമത്തെ ബർത്ത്ഡേക്ക് ഒരു ടൊയോട്ട ഗ്ലാൻസയുടെ ഫുൾ ഓപ്ഷൻ കാർ മേടിച്ച് ഗിഫ്റ്റ് കൊടുത്തു. എന്നാൽ അതേ മകളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തത് മെഴ്സിഡീസ് ബെൻസ് ആണ്. ഹലോ, അപ്പൊ ചില ആളുകളായിരിക്കും ഇത്രയൊക്കെ ചെയ്യാമോ, അഹങ്കാരമല്ലേ? അത് അഹങ്കാരമാണോ അല്ലയോ എന്നുള്ളതല്ല ഡിയർ ഫ്രണ്ട്സ്. ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്റെ എൻ്റയർ ഫാമിലിയിലെ ഏറ്റവും ഫെയിലിയർ ആയ വ്യക്തി ഞാനായിരുന്നു. അതിന്റെ പേരിൽ ഞാനും എന്റെ ഫാമിലിയും ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, മീൻസ് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരൊറ്റ ദിവസം കൊണ്ട് എന്നെ അധിക്ഷേപിച്ച ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറഞ്ഞു, നീയാണ് ഞങ്ങളുടെ അഭിമാനം, നീ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാണെന്ന് അതേ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞത്, അപ്പോ ഞാൻ സത്യത്തിൽ ആ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഹാങ് ഓവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. സത്യത്തിൽ കുറെ ദിവസം കൂടിയിട്ടാണ് സ്യൂട്ട് ഇട്ടതും മൈക്ക് എടുത്തത്. ഓക്കെ, ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് തായ്ലാൻഡ് കോണ്ടസ്റ്റ്, 2 നെക്സസ് 2025 ആണോ?